Okay. Okay, ready. Okay. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ വനിതകൾ പദവി മാതൃക സന്ദേശം എന്ന തലക്കെട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ കോഴ്സിന്റെ 4ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹാജറയും സാറയും എന്നുള്ളതാണ്. ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായ പ്രവാചകന്മാരിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു റസൂലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകരുടെ പിതാവ് അബുൽ അംബിയ എന്ന സ്ഥാനമുണ്ട്. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ഉമ്മത്ത് എന്ന രീതിയിൽ ഒരു മുഴുവൻ സമൂഹത്തിന്റെയും ദൗത്യം ഏറ്റെടുത്ത ഒരു ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് പോലെ ആ ഒരു വിശദീകരണം ഉമ്മത്തി എന്ന് പറയുന്ന വിശദീകരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്തിയ 2 സ്ത്രീകളുടെ പരാമർശവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നടത്തുന്നുണ്ട്. അത് പ്രധാനമായും സാറ തന്നെയാണ്. ഹാജറയുടെ നേരിട്ടുള്ള പേരുകൊണ്ടുള്ള പരാമർശമില്ലെങ്കിലും അവരുടെ ചില രീതികൾ നമുക്ക് ഹദീസുകളിൽ വിശദീകരിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ 2 മഹദികളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു നീണ്ട ജീവിത കാലഘട്ടത്തിൽ വലിയ സേവനങ്ങൾ നൽകിയതും ഇന്ന് ലോകതലത്തിൽ 2 പ്രധാനപ്പെട്ട ജനസമൂഹങ്ങളുടെ മാതാവായി അറിയപ്പെടുന്ന 2 പ്രധാനപ്പെട്ട മഹദികളാണ്. നമുക്കറിയാവുന്നതുപോലെ സാറ ഇസ്രായേലി വംശത്തിന്റെ ഒരു മാട്രിയാർക്കായി പ്രധാനപ്പെട്ട ഒരു മാതാവായി ഒരു കുലപതി എന്ന ആ ഒരു പൊസിഷനുള്ള ഒരു സ്ത്രീ സാറയ്ക്കുള്ളപ്പോൾ അറബികളുടെ ഉമ്മ എന്ന രീതിയിൽ പ്രധാനയായി നമുക്ക് ഹാജറയെയും പരിശുദ്ധ ഖുർആനിലൂടെയും അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലൂടെയും കാണുവാൻ കഴിയും. ബൈബിളിലും അതേ പരാമർശം തന്നെയാണ് ഈ 2 പേരെ കുറിച്ചും ഉള്ളത്. എന്നാൽ ചെറിയ ചില വ്യത്യാസങ്ങളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. ബൈബിളിൽ സ്വാഭാവികമായും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത രീതിയിൽ തന്നെ ചരിത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ക്രോണോളജി ഒക്കെ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു കിതാബാണല്ലോ ബൈബിൾ. എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ചില വായനകളും വിവിധ സ്വഭാവ വിവരണങ്ങൾ പോലും നമുക്ക് ഈ 2 പേരെയും കുറിച്ചും ബൈബിളിൽ കാണാം. അതിലേക്കുള്ള ഒരു തുടക്കമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. ഖുർആനിലും ബൈബിളിലും നമുക്ക് സാറയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? 2 ഭാഗത്തും പ്രത്യേകിച്ച് ഖുർആനിലും പ്രത്യേകിച്ച് ഖുർആനിൽ സാറ എന്ന് പറയുന്ന പദം നമുക്ക് കാണുവാൻ കഴിയില്ല. ബൈബിളിനെ കുറിച്ച് നമുക്ക് ആദ്യം വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ബൈബിളിലും അതുപോലെ തന്നെ സാറയെ വളരെ വിശദമായി തന്നെ ചർച്ച നൽകുകയും ഹാജറയേക്കാൾ കൂടുതൽ സ്ഥാനം നൽകുന്ന ഒരു പൊസിഷൻ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാറയുടെ വലിയൊരു ജീവിതം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ശാരീരിക സൗന്ദര്യം പോലും നമുക്ക് ബൈബിളിലും കാണാം, അത് ഹദീസുകളിലും നമുക്ക് കാണാം. അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ കൂടെ തന്നെ സ്വതന്ത്രയായ ഒരു വനിത എന്ന് പറയുന്ന ഒരു ലീഗൽ സ്റ്റാറ്റസിനെ വിശദീകരിക്കുന്നു. അള്ളാഹുമായി ബന്ധപ്പെട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന നിയമബാധ്യതയുടെ ഒരു കവനന്റുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ എന്ന രീതിയിലും അവരെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഖുർആൻ ആവട്ടെ സാറയെ ഒരു അള്ളാഹുമായി ഏറ്റവും അടുത്തൊരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഹൈലി ഇന്റലക്ച്വൽ ആയ ഒരു കഥാപാത്രം എന്ന നിലയിൽ, അഭിമാനമുള്ള ഒരാളെന്ന നിലയിൽ, മലക്കുകളുമായി നേരിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിലും സാറയെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സാറ എന്ന് പറയുന്ന പേര് ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയില്ല. ഇംറഅത്തുഹു എന്ന് പറയുന്ന സൂറ ഹൂദിലെ ആയത്തിൽ, പ്രത്യേകിച്ച് 71ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വംറഅതു ഖായിമത്തുൻ ഫളഹിഖത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഖൂബ്. അതായത് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സന്ദർശിക്കുകയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വരുന്ന മലക്കുകൾ ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ
ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന ഒരു സന്ദർഭമാണ് സൂറ ഹൂദിലും സൂറ ദാരിയാത്തിലും അള്ളാഹു വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈ ഇടവേളയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മലക്കുകൾ കാണാൻ വരികയും അവിടെ അള്ളാഹു ഈ വർത്തമാനം പറയുകയും, അതായത് ഇസ്ഹാഖ് എന്ന് പറയുന്ന കുട്ടിയുടെ ജനനത്തെ കുറിച്ചുള്ള പരാമർശം സാറയോട് പറയുന്ന ഭാഗത്ത് അള്ളാഹു ഇംറഅത്തു എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ സൂറ ദാരിയാത്തിലും ഫഖ്ബല ഇംറഅത്തുഹു ഫി സർറ ഫസഖ്ഖത് വഖാലത് അജൂസുൻ അഖീം, ഈ സന്തോഷ വർത്തമാനം അറിയിക്കുമ്പോൾ വളരെ മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് വളരെ അത്ഭുതവതിയായ സ്ത്രീയാവുകയും എന്നിട്ട് മുഖത്തിങ്ങനെ അടിച്ചുകൊണ്ട് ഞാനൊരു വയസ്സിയായ ഗർഭം ധരിക്കാൻ പറ്റാത്ത വൃദ്ധയായ ആണല്ലോ എന്ന രീതിയിൽ പരിചയപ്പെടുത്തലുകളൊക്കെയും സ്വയം അംഗീകരിക്കുന്ന ഒരു പരിചയപ്പെടുത്തലൊക്കെ നമുക്ക് അവിടെ കാണാം. അവിടെ ആ കുഞ്ഞ് ജനിക്കാത്ത സാഹചര്യത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് പറയുന്നു, ഇംറഅത്തു എന്ന് പറയുന്ന ഒരു പദമാണ് സാറയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സാറയെ പരാമർശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മലക്കുകളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു മഹദി എന്ന നിലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സൂറ ഹൂദിൽ തന്നെ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനത്തെ കുറിച്ച് നിങ്ങൾ അത്ഭുതവതിയാവുകയാണോ, അതായത് സംശയമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നു. അള്ളാഹു താങ്കൾക്ക് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ മറിയമിനെ പോലെ, അതുപോലെ തന്നെ ആസിയെ പോലെ, അതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ പോലെ മലക്കുകളുമായി നേരിട്ട് സംവദിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഉയർന്ന സ്ഥാനം ഇസ്ലാമിക ചരിത്രത്തിൽ അവർക്ക് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹദീസുകളില് സാറെ കുറിച്ച് വളരെ വിശദമായ വിശദീകരണം തന്നെയുണ്ട്. പ്രത്യേകിച്ച് സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം പലവിധ യാത്രകൾ പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിൽ ആദ്യ ഭാര്യ എന്ന നിലയിൽ സാറെ കൂടെ ഉണ്ടാവുകയും അവരുടെ ആ ഒരു ഹദീസിൽ തന്നെ അവരുടെ സൗന്ദര്യത്തെയും അവരുടെ അഭിമാനത്തെയും അവരുടെ ഇബ്രാഹിം നബിയോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അവരുടെ ഒരു കടപ്പാടിനെയും കീഴ്വണക്കത്തെയും എല്ലാം ആ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവിടുത്തെ ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ സാറയോട് പറയുന്നത് ഇങ്ങനെ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്, യാ സാറ ലൈസ അലൽ അർളി മുഅ്മിൻ ഗൈരി വ ഖൈറും, നീയും ഞാനുമല്ലാതെ ഈ ഭൂമിയിൽ വേറെ മുഅ്മിനുകളില്ല, വിശ്വാസികളില്ല. എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഇവ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് നീ എന്റെ സഹോദരിയാണ്, അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയല്ലേ എന്ന രീതിയിൽ ആദ്യമേ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഹദീസില് ഒരു പഠനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ 3 കള്ളങ്ങളിൽ ഒന്ന് ഈ കള്ളമാണെന്നാണ്. ബാക്കി അതായത് വിഗ്രഹത്തെ നശിപ്പിക്കുമ്പോൾ പറയുന്ന ഖുർആൻ വിശദീകരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതല്ലാതെ ഇതാണ് ഈ സംഭവം. അപ്പൊ ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇതെന്തല്ല, ഇതൊരു കള്ളമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, ഇതൊരു ലിംഗ്വിസ്റ്റിക്, നമ്മൾ ദ്വയാർത്ഥത്തിന്റെ ഉള്ളൊരു മാസ്റ്റർ ക്ലാസ് എക്സാമ്പിൾ ഉദാഹരണമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്നും എന്റെ ഉഖ്തി എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിശദീകരിച്ചത് സഹോദരി എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിലെ സഹോദരി എന്നൊരു ആശയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എത്രത്തോളം എന്നാൽ അത് അംഗീകരിക്കുകയും ഇബ്രാഹിം നബിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നതും ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അത്രത്തോളം ഒരു ഇബ്രാഹിം നബിയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സാറ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവസാനം കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ ഭരണാധികാരി ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അവര് പറയുന്നത്, അല്ലാഹുമ്മ ഇൻ കുൻതു ആമൻതു ബിക വ ബിറസൂലിക്, അല്ലാഹുവേ ഞാൻ നിന്നിലും നിന്റെ റസൂലും വിശ്വസിച്ചിരിക്കുകയാണ്. വഅഹ്സൻതു ഫർജി ഇലാ സൗജി, ഞാൻ എന്റെ ധാർമ്മികത ഞാൻ എന്റെ ഭർത്താവിനോട് മാത്രമേ ഞാൻ അത് കടപ്പാട് കാണിക്കുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഒരു അധാർമികമായ പ്രവർത്തനത്തിന് ഞാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഫലാ തുസല്ലിത് അലൽ കാഫിർ, ഈ കാഫിറിന്റെ മേലുള്ള ഒരു അധികാരം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കല്ലേ എന്ന രീതിയിലൊരു പ്രാർത്ഥന സാറ പ്രാർത്ഥിക്കുന്നത് കാണാം. ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറയുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുമുള്ള അവരുടെ ഒരു സമർപ്പണവും അള്ളാഹുവിനോടുള്ള സമർപ്പണവും ധാർമ്മികതയോടുള്ള സമർപ്പണമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ശകലമാണ് ഈ ഹദീസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ ആ ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ദീർഘമായ ഒരു ഹദീസാണ്. അതിൽ ഈ രാജാവ് വീണ്ടും വീണ്ടും അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴും അവര് പ്രാർത്ഥിക്കുകയും അവസാനം
ഈ രാജാവ് തന്നെ തളർന്നു പോകുന്ന ഒരു അവസരം ഉണ്ടാവുകയും അയാൾ ഛർദ്ദിക്കുകയും അയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യുന്നപ്പോൾ ഇത് കണ്ടിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി സാറ ആ ആ അവസ്ഥ കണ്ടിട്ട് കനിവ് തോന്നിട്ട് സാറ അള്ളാഹുവിനോട് പടച്ചോനെ അയാളെ കൊല്ലല്ലേ, അയാളെ വെറുതെ വിടണേ എന്ന് പോലും പ്രാർത്ഥിക്കുന്നത് പോലും നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യത്തിലാണ് പലവട്ടം സാറെ ഉപദ്രവിക്കാൻ തയ്യാറെടുക്കുന്ന ഭരണാധികാരിയെ പലവട്ടം അത് ശിക്ഷിക്കുകയും അവസാനം ഈ സ്ത്രീക്ക് ഒരു പ്രധാനമായി എന്തോ കഴിവുണ്ടെന്ന് പറയുമ്പോൾ അയാൾ തന്നെ പറയുന്നതായി ഹദീസിൽ നമുക്ക് കാണാം, ഈ ഒരു മനുഷ്യനെയല്ല, മനുഷ്യത്തെയല്ല എന്റെ അടുത്ത് കൊണ്ടുവന്നത്, പിശാച് ബാധിച്ചവളെയാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്ത്രീയാണല്ലോ ഇവളെന്ന് പറയുകയും അവസാനം എന്ത് ചെയ്യുന്നു, ഈ ഒരു ശിക്ഷ അയാൾ ഉപദ്രവത്തിൽ നിന്ന് ഈ അക്രമത്തിൽ നിന്ന് അയാൾ പിന്മാറുകയും അവസാനം സാറയുടെ ഒരു സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ഹാജരയെ സമ്മാനമായി നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് മറുപടിയായിട്ട് പറയുന്നത് കഫല്ലാഹു കൈദൽ ഫാജർ, ഈ അഹങ്കാരിയുടെ അക്രമിയുടെ കയ്യിനെ അള്ളാഹു അവരുടെ കൈദിനെ തന്ത്രത്തെ തകർത്ത് കളഞ്ഞു. വഹ്ദമ ഹാജർ, ഇങ്ങനെ ഹാജറിനെ ഒരു സെർവന്റ് ആയിട്ട് എനിക്ക് തന്നിരിക്കുന്നു എന്ന് അതിന് മറുപടിയായിട്ട് ഇവിടെ സാറ പറയുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ഹദീസിൽ അഹ്ദമ ഹാജർ എന്നതാണ്, ഹാദിം എന്ന് പറഞ്ഞാൽ സെർവന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഹാജറ എന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ഉടനെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതായത് ഹാജറ ഒരു സ്ലേവ് ആയിരുന്നു, അതല്ല ഹാജറ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരുന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ബൈബിളിലും ഖുർആനിലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഹാജറയുടെ സ്റ്റാറ്റസിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ സാറ, പ്രസവിക്കാത്ത സാറ ഈ കിട്ടിയ യുവതിയെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുകയും അവർ പിന്നെ ഭാര്യയായി മാറുകയും അവർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയുന്നത്. അവരുടെ ഒരു അള്ളാഹുവിനോടും അല്ലെങ്കിൽ അവരുടെ ഇണയോടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള ഒരു സെൽഫ്ലെസ് ഡെഡിക്കേഷന്റെ ഒരു ഉദാഹരണം നമുക്ക് ഹാജറയെ സമ്മാനമായി നൽകുന്നതിലൂടെ കാണാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബൈബിളിൽ പക്ഷേ വ്യത്യസ്തമായ ചില വിശദീകരണങ്ങളാണ് സാറയെ കുറിച്ചിട്ടുള്ളത്. അതില് ചില പറയുന്നത് സറൈ എന്ന് പറയുന്ന പേരായിരുന്നു എന്നും പിന്നീട് അത് കർത്താവാണ് അതിന് സാറ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് മാറ്റിയെന്നും അത് പ്രിൻസസ് എന്നോ അല്ലെങ്കിൽ ഒരുപാട് സമൂഹങ്ങളുടെ ഒരു മാതാവ് എന്ന രീതിയിൽ അർത്ഥമാണെന്നും ജെനസിസിലെ 17-ാമത്തെ ജെനസിസ് പറയുന്ന 17-ാം ചാപ്റ്റർ അടക്കമുള്ള ആ ഭാഗത്തേക്ക് ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ ജെനസിസ് 17-16 ഭാഗത്ത് അള്ളാഹു സാറയോട് പറയുന്നതായിട്ട് പറയുന്നുണ്ട്, ഐ വിൽ ബ്ലസ്, ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അത് മാത്രമല്ല ഒരു മകനെ നൽകുകയും അവളെ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് നാഷൻസും ഒരുപാട് രാജാക്കന്മാരും എല്ലാം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്ന പറയുന്ന ഒരു പ്രവചനം സാറക്ക് നൽകുന്നതായി ഉൽപ്പത്തി അല്ലെങ്കിൽ ജെനസിസിലെ 17-16 ഭാഗങ്ങളിൽ നമുക്ക് കാണാം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി സാറയുടെ ഹദീസിൽ വിശദീകരിക്കുന്ന പോലെ തന്നെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 തവണ ഇബ്രാഹിം അലൈഹി സ്വലാം അല്ലെങ്കിൽ എബ്രഹാം സാറയെ 2 തവണ രക്ഷിക്കുന്നതായും ഈജിപ്തിലെ ഫറോവയിൽ നിന്ന് രക്ഷിക്കുന്നതായും അബിമെലഹ് എന്ന് പറയുന്ന ഭാഗത്തെ രാജാവിൽ നിന്ന് രക്ഷിക്കുന്നതായും ഒക്കെയുള്ള സംഭവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ബൈബിളിലുള്ളത് സാറ എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ സ്ലേവ് എന്ന രീതിയിലാണ് ബൈബിളിൽ ഹാജറയെ ചിത്രീകരിക്കുന്നത്. അത് ഒരു സർവേറ്റ് എന്ന നിലയിൽ കുഞ്ഞിന് ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിമ സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ജെനസിസ് 16 ഇത് പറയുന്നത്. അത് മാത്രമല്ല പിന്നീട് ബൈബിളിൽ തന്നെ ഇസ്ഹാഖ് ജനിക്കുന്നു. കുറെ കാലത്തിന് ശേഷം ഇസ്ഹാഖിന്റെ ഒരു അത്ഭുത ജനനം ഉണ്ടാകുമ്പോൾ അവിടെ ഇസ്ഹാഖിന്, അതായത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന് ഒരു ആത്മീയ സാമ്പത്തികമായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നുള്ള ഒരു പിന്തുടർച്ചാവകാശം നേടണം, അല്ലെങ്കിൽ അത് ഇസ്മായിൽ കൊണ്ടുപോകുമെന്ന് ഭയന്നിട്ട് ഹാജരെയും ഇസ്മായിലിനെയും പുറത്താക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുന്ന ഒരു സാറെ നമുക്ക് ജെനസിസ് 21 കാണാം. ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സാറയെ അവിടെ ചിത്രീകരിക്കുന്നത്. അത് മാത്രമല്ല ഈ നേരത്തെ ഖുർആൻ വിശദീകരിച്ചതുപോലെ തന്നെ മലക്കുകൾ ഇവരുടെ വരവും പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറയുമ്പോഴും ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അജൂസുൽ അഖീം, ഞാൻ കഴിയാത്ത ഒരു വിധവയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ബൈബിളിലും ഈ അത്രയും വയസ്സുള്ള എന്റെ ഭർത്താവ് മൈ ലോഡ് ഈസ് ഓൾഡ്,
എന്റെ ഇണയും എന്റെ ഭർത്താവും ഇത്രയും ഓൾഡ് ആയ ആളാണ്, ഞാനും എങ്ങനെയാണ് ഇതൊക്കെ എന്ന് പറയുന്ന ഒരു തമാശപൂർവ്വം ചിരിക്കുന്ന ഒരാളിന്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ദൈവത്തെ അഭിമുഖീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ ബൈബിളിലും സാറെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൈബിളിലെ ഒരു പൊതുവായ രീതി അനുസരിച്ചിട്ട് അവരുടെ മരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. സാറ 127 വയസ്സിലാണ് ഹെബ്രോന്റെ ഭാഗത്ത് കിരിയത്ത് അർബ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് സാറ മരിക്കുന്നതായി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാറ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പാണ് മരിക്കുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 185-87 വയസ്സിന്റെ ഒരു കാലമുണ്ടെന്നാണ് ബൈബിളിന്റെ ആഖ്യാനം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സാറ മരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് വേണ്ടി ഈ കേവ് ഓഫ് മാക്പല എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ഇത് ഫലസ്തീൻ ചേർന്നിടക്കുന്ന ഒരു പ്രദേശമാണ്, അവിടെ ഒരു ഗുഹ വാങ്ങുകയും അവിടെ അവർ അടക്കം ചെയ്യുകയും ചെയ്തതായിട്ടാണ് ആ ഒരു വിശദീകരണം ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചരിത്ര വിശദീകരണം കൂടി നമുക്ക് ബൈബിളിൽ കാണാം. എന്താണെങ്കിൽ പോലും ഈ തരത്തിൽ ഒരു ഹാജറയോട് ഇണങ്ങി നിൽക്കുന്ന, തന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഹാജറയെ തള്ളിക്കളയുന്ന, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിന്റെ ഒരു പിന്തുടർച്ചാവകാശം, സമ്പത്തിന്റെ ഒരു പിന്തുടർച്ചാവകാശം തന്റെ മകന് ലഭിക്കണമെന്ന് വാദിക്കുന്ന ഒരു സാറയെയാണ് ബൈബിളിൽ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു ദൃശ്യത, ഈ ഒരു ഇമേജ് ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയില്ല. അള്ളാഹുവിനോട് അംഗീകരിക്കുന്ന ഹദീസുകളിൽ പോലും അള്ളാഹുവിന് പറഞ്ഞാൽ കേൾക്കുന്ന, ഭർത്താവിന്റെ അനുസരണയുള്ള, സ്നേഹമുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ഖുർആനിലും കാണുവാനും കഴിയുന്നത്. ഇതാണ് ഖുർആൻ ബൈബിളും സാറയുടെ ഒരു വിശദീകരണം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇമേജ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഞാൻ വിശദീകരിച്ചത് ജനസിസ് ഭാഗത്താണ്. ജനസിസ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് ഉള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ, അതായത് ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് വന്ന ആൾക്കാർ കളക്ട് ചെയ്ത ന്യൂ ടെസ്റ്റ്മെന്റിൽ ഭാഗങ്ങളില് മറ്റു ചില ഒരു ഇമേജും കൂടി നമുക്ക് കാണാം. അവിടെ ഹീബ്രൂസ് ആ ഭാഗത്ത് 11 ഭാഗത്ത് അവിടെ സാറയെ ഒരു ഹാൾ ഓഫ് ഫെയ്ത്ത് ഫോർ സ്പിരിച്വൽ, അതായത് ഒരു ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ സാറയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പീറ്റർ 3:6 ഭാഗത്ത്, പീറ്റർ 1:3-6 ഭാഗത്ത് ഒരു സകലവിധ മൂല്യങ്ങളുടെയും ഒരു മാതൃക എന്നും, അതുപോലെ തന്നെ ഒരു സ്ത്രീത്വത്തിന്റെ ഒരു മാതൃക എന്നും, ഒരു വൈവാഹിക ജീവിതത്തിന്റെ ഒരു മാതൃക എന്നും, ക്രിസ്ത്യൻ സ്ത്രീകൾ ഇവരെയാണ് പിൻപറ്റേണ്ടതെന്നും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മൂല്യങ്ങളുടെ ഒരു മാതൃകയായിട്ടും പീറ്റർ 3:6 ചിത്രീകരിക്കുന്നുണ്ട്. തന്നെയാണെങ്കിലും അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ ഇസ്ലാമികമായി ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളാണ്. അവരെ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമായി ചിത്രീകരിക്കുന്നതും മൂല്യങ്ങളുടെ ഒരു മാതൃക ചിത്രീകരിക്കുന്നതൊക്കെ ഇസ്ലാമികമായ ആശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് സാറയെ ബൈബിളിൽ ഹാജറെ എതിർക്കുന്ന ഒരു സ്ത്രീയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ആ ഭാഗം നിശബ്ദമാവുകയും അവരുടെ മൂല്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്ന ഖുറാനിക വ്യാഖ്യാനങ്ങളും ഹദീസുകളും ഉള്ളത്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു പ്രവാചകരുടെ ഭാര്യമാർ, അതായത് പ്രവാചകരോട് ചേർന്ന് നിൽക്കുന്ന നല്ലവരായ സ്ത്രീകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഖുർആനിക വിശദീകരണങ്ങളിൽ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ബിബ്ലിക്കൽ നരേറ്റീവുകളിൽ ഒരു സറായി എന്നും അല്ലെങ്കിൽ സാറ എന്നും പേരുള്ള ഒരു പേര് അവർക്ക് നൽകുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖുർആനിൽ അവരുടെ മലക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ട സംസാരങ്ങളിൽ അവരെ അത്ഭുതപ്പെടുന്നതും നമുക്ക് കാണാം. എന്നാൽ ബൈബിളിലാവട്ടെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ചിരിയാണ്. എന്ന് വെച്ചാൽ അവരുടെ ചിരിയുടെ രണ്ടും വൈവിധ്യത്തെയാണ് ഞാൻ ഈ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഒന്ന് അംഗീകരിക്കുന്നതും മറ്റൊന്ന് അവരെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ചിരിയെ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാറയുടെ കുടുംബജീവിതം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ ഒഴിവാക്കി വിടുന്നു. അവിടെ ഹാജറയുമായിട്ടുള്ള ഒരു ഫൈറ്റും ഒരു സംഘർഷവും ഖുർആൻ പരാമർശിക്കുന്നില്ല. എന്നാൽ അതിന് ഹദീസിൽ കൂടുതൽ ഹാജറയുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരാളെന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ബൈബിളിൽ ഹാജറയുമായി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ ഖുർആനിലാണെങ്കിൽ ഇസ്ഹാഖ് അല്ലെങ്കിൽ യാക്കൂബ് അടക്കമുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു. അതേ ഒരു പശ്ചാത്തലം നമുക്ക് ബൈബിളിലും കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു വേർതിരിവാണ് സാറയെ കുറിച്ച് നമുക്ക് ബൈബിളിലും ഖുർആനിലും കാണുവാൻ കഴിയുന്നത്.
ഇവിടെ നമ്മൾക്ക് വ്യത്യസ്തമായും വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഹാജറയോടുള്ള സമീപനം അതൊരു നല്ലതല്ല എന്ന രീതിയിലുള്ള ഒരു ഇമേജ് നമുക്ക് ഖുർആൻ പഠനങ്ങളുടെയും ഹദീസ് പഠനങ്ങളുടെയും കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഖുർആനിലും ഹദീസിലും നമുക്കത് കാണുവാൻ കഴിയില്ല. അവരെ നല്ലൊരു ഇമേജ് ആണ് ഖുർആൻ നൽകുന്നത്, എന്നാൽ ബൈബിളിൽ അതല്ല. അതാണ് ഇതിന്റെ തന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഹാജറ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് നമുക്ക് നോക്കാം. ഖുർആനിൽ ബൈബിൾ ഹാജർ എന്നാണ്, ഹദീസുകൾ ഹാജർ എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് വിവിധ ഭാഷകളുടെ വ്യത്യാസങ്ങളാവാം. എന്താണെങ്കിലും ഈ പേര് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയില്ല. ഇസ്ലാമിന്റെ മുഴുവൻ ചരിത്രത്തെയും ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിന്റെയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവായി ഹാജറ മാറുന്നത് പോലും നമുക്ക് കാണാം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഹാജറെ ഒരു അടിമ സ്ത്രീ എന്നതിനേക്കാളും അപ്പുറം ഒരു നോബിളായ, ഒരു ഉയർന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള പരാമർശം നമുക്ക് ഹദീസുകളിൽ കാണുവാൻ പറ്റും. അത് മാത്രമല്ല, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയായിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയായിട്ടും തവക്കുലിന്റെ ഒരു മുഴുവൻ അള്ളാഹുവിനോട് സമർപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഹാജറെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കുടുംബത്തെ ചേർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ ഭാഗത്ത് ഇവരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം. അതുപോലെ തന്നെ സഫ, മർവ, സംസം പോലുള്ള ചർച്ചകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാരണം ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് സൂറ ബഖറയിലെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അള്ളാഹു സഫയും മർവയും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാക്കി അള്ളാഹു നിർണയിച്ചു വെച്ചിരിക്കുന്നത്? കാരണം ആ ഒരു ഓർമ്മ ഹാജറ എന്ന് പറയുന്ന ഒരു മഹദിയുടെ വേദനയിലേക്കും ആവലാതിയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും കണക്ട് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഓർമ്മയെ ഇസ്ലാമിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഹജ്ജിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആ ഒരു ഓട്ടം നിർബന്ധമാക്കി മാറ്റി, ആ സഅയ് നിർബന്ധമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ആ സഅയ് എന്നത്, ആ സഅയ് നടന്ന സ്ഥലത്ത് സഫായി മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാക്കി ഏറ്റെടുക്കുന്നത് പോലും നമുക്ക് സൂറ ബഖറയിലെ 158-ാമത്തെ ആയത്തിൽ നമുക്കത് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ സംസവുമായി ബന്ധപ്പെട്ട ചർച്ച, ഇതേപോലെ തന്നെ ഖുർആനിലെ ഹദീസുകൾ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഒരു സാന്നിധ്യത്തെ കുറിച്ചും നമുക്ക് ഹദീസുകളിലും ഇത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ആ വെള്ളം കിട്ടിയ ഒരു പശ്ചാത്തലത്തിലാണ് ജുർഹൂം എന്ന് പറയുന്ന ഗോത്രം ആ ഭാഗത്തേക്ക് വരുന്നതും വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം കണ്ടതോടുകൂടി അവരവിടെ തങ്ങുകയും പിന്നീട് അത് ഒരു വലിയൊരു ജനസമൂഹത്തിന്റെ വളർച്ചയ്ക്കും മക്കയുടെ ഒരു വലിയ ഉയർച്ചയ്ക്കും അത് കാരണമായി മാറുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ സ്ഥലത്തിനും ഹാജറയ്ക്കും ചരിത്രത്തിൽ തന്നെയുണ്ട്. അപ്പോ ഹാജറയുടെ ചരിത്രത്തെ ഒരു എക്സൈൽ ചെയ്യപ്പെടുന്ന, അതായത് ഈജിപ്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയിൽ നിന്ന് മാറി പിന്നീട് ഒരു ആത്മീയമായ ദൈവികമായ ഒരു ബന്ധത്തിന്റെയും കരാറിന്റെയും ഒരു സ്ഥാനത്തിന്റെയും ഒരു പൊസിഷനിലേക്ക് ഈ ഹാജറയുടെ ചരിത്രം മാറും നമുക്ക് കാണാം. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ, അതായത് കാബയുടെ തന്നെ ഒരു മാട്രിയാർക്കായി, ഒരു ഉമ്മയായി, മക്കയുടെ മുഴുവൻ ഉമ്മയായും നമുക്കിവിടെ ഹാജറ മാറുന്നത് കാണുവാൻ കഴിയും. ഹാജറയുടെ ആ ബാക്കി സംഭവം നമുക്കറിയാമല്ലോ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ അവിടെ ഒഴിവാക്കി പോകുമ്പോൾ, ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ ഹാജറ ചോദിക്കുന്നുണ്ട്, ഇത് അള്ളാഹ് പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞാൽ ആണെന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹ് നമ്മളെ ഒഴിവാക്കുകയില്ല എന്ന് പറയുന്ന ആ തവക്കുലിന്റെ ഒരു ഭാഷ്യം പോലും നമുക്ക് ഹാജറയുടെ ജീവിതത്തിൽ കാണുവാൻ പറ്റും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ആ ഒരു സമൂഹത്തിന്റെ ഒരു ചരിത്രം കണ്ണിച്ചേർക്കപ്പെടുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്കും ഹാജറയിലേക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കുമാണ് എന്നതും ഹാജറയുടെ ഒരു സ്ഥാനത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹദീസുകളിൽ, ഈ ഖുർആന്റെ ചില പരാമർശമാണ് പറഞ്ഞെങ്കിൽ ഹദീസുകളിലാണ് ഇത് കൂടുതൽ വിശദീകരണങ്ങൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഹദീസുകളിലാണ്. അത് ഇമാം ബുഖാരിയിലും മുസ്ലിമിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ചോദിക്കുന്നു, യാ ഇബ്രാഹിം ആ ഒരു മനുഷ്യനും ആരും ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ ഒഴിവാക്കി താങ്കൾ യാത്രയാവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പലവട്ടം ചോദിക്കുകയും അവസാനം ഈ മറുപടി ഇല്ലാതിരിക്കുമ്പോൾ
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹാജറ തന്നെ ചോദിക്കുന്നത്, അള്ളാഹു ആമറക ബിഹാദ, അള്ളാഹു ആണോ ഇത് താങ്കളോട് കൽപ്പിച്ചെന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ആണെന്ന് പറയുന്നു. ഇതല്ല യുഗയില, എന്നാൽ ഞങ്ങളെ അള്ളാഹു ഒഴിവാക്കി കളയില്ല, നഷ്ടപ്പെടുത്തുകയില്ല, നമുക്കൊരു ദോഷം വരുത്തുകയില്ല എന്ന രീതിയിൽ ഹാജറ മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് അവരുടെ തവക്കുലിനെ, അവരുടെ ഒരു കമ്മിറ്റ്മെന്റിനെ, നിശ്ചയദാർഢ്യത്തെ കുറിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സായിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ അവരുടെ ഓട്ടത്തെ കുറിച്ച് നബി അലൈഹി വസല്ലം ആ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓട്ടം നടന്ന സ്ഥലത്ത് നബി അലൈഹി വസല്ലം എത്തിയിട്ട് പറയുന്നുണ്ട്, ഫദാലിക സായുന്നാസി ബൈനഹുമ, ഇവിടെയാണ് ജനങ്ങൾക്ക് ഓടാനുള്ള ഒരു കേന്ദ്രം എന്ന് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ സംസം വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തെത്തുകയും അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇസ്മായിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സംസം വെള്ളവുമായി ബന്ധപ്പെട്ട സംഭവം വിശദീകരിച്ചതിന് ശേഷം ഈ ഇസ്മായിലിന്റെ ഉമ്മയെ അള്ളാഹു കാരുണ്യം നൽകട്ടെ, ലൗ തറക്കത്ത് സംസം ലൗ ലം തഅരിഫു മിനൽ മാ ലകാനത് സംസം ഐനൻ മഈന, അതായത് അവിടെ ആ വെള്ളം കെട്ടി നിർത്തിയത് ഹാജറ ബീവിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അത് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതൊരു നാശമായി മാറുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സംസം മാറുകയും അത് ആ പ്രശ്നം തടുത്തതും അതിനെ കെട്ടി നിർത്തിയതും ഹാജറ ബീവിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അത് മാത്രമല്ല, ഹദീസിന്റെ അവസാനം മലക്ക് അവരോട് പറയുന്നത് പോലും നമുക്ക് ഹദീസിൽ കാണാം, ലാ തഖാഫു ദൈഅ, ഒന്നും അള്ളാഹു ഒഴിവാക്കി വിടും അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യപ്പെടും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. അതായത് ഈ കുട്ടിയും ഈ കുട്ടിയുടെ വാപ്പയും ഇവിടെ അള്ളാഹുവിന്റെ ബൈത്ത് നിർമ്മിക്കുന്നതായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ അള്ളാഹു ഒരിക്കലും അവഗണിക്കുകയില്ല എന്ന് മലക്ക് ഇവിടെ പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു കഥാപാത്രമായി, ഒരു ചരിത്ര സ്ത്രീയായി, മഹിതയായി നമുക്ക് ബൈബിളിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനിലൂടെ ഹാജറയെ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് രൂപപ്പെട്ട വലിയ ഒരു സിവിലൈസേഷന്റെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ പോലും നമുക്ക് ഹാജറയെ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് കടന്നു വന്ന ജുർഹും ഗോത്രത്തെ വെള്ളത്തിന്റെ സാന്നിധ്യവും പക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് അവരവിടെ വരികയും അവരവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. ഹദീസിൽ ഇതിന്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. വെള്ളം ഒക്കെ ഉപയോഗിക്കട്ടെ എന്ന് അവരോട് ചോദിക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ആ വെള്ളത്തിന് ഒരിക്കലും അവകാശം ആവശ്യപ്പെടാനോ വാദിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് അങ്ങോട്ട് വാദിച്ച് നേടുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് അവർ അംഗീകരിക്കുകയും അതുകൊണ്ട് തന്നെ ആ മക്കയുടെയും സംസമിന്റെയും ആ പ്രദേശത്തിന്റെയും അവിടുത്തെ ഫലഭൂഷ്ണതയുടെയും മുഴുവൻ ഒരു ഉണ്മയായി, അവിടുത്തെ മുഴുവൻ സിവിലൈസേഷന്റെ ഒരു ഉണ്മയായി ഹാജറ മാറുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടിമയാണോ ഇല്ലേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടല്ലോ. ബൈബിളിൽ അടിമ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് നൽകുന്നതെങ്കിൽ പോലും ഹദീസുകളിൽ ആ ഒരു രീതിയിലല്ല നൽകുന്നത്. ഹദീസുകളിൽ അതിനെ വിശദീകരിക്കുന്നത് ഒരു ഉയർന്ന സ്ഥാനമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന രീതിയിലാണ് നൽകുന്നത്. ആ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാറയ്ക്ക് നൽകുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അടിമ എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ ഈ രീതിയിലാണ് ഹാജറിനെ ചിത്രീകരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഈജിപ്ഷ്യൻ സ്ലേവ് എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ജനസിസ് 16 ഭാഗങ്ങളിൽ ഒരു സറഗേറ്റ് മദർ, കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് നൽകുന്നത്. എന്നാൽ സാറയ്ക്ക് കുഞ്ഞുണ്ടാവുന്നതോടുകൂടി കാഴ്ചപ്പാട് മാറുകയും സാറ ഹാജറയോട് വളരെ മോശമായി പെരുമാറുകയും അങ്ങനെ അവിടുന്ന് ഓടിച്ചു വിടുകയും ചെയ്ത ചില സീനുകളൊക്കെയും ബൈബിളിൽ കാണാം. അതായത് ഇന്നത്തെ അന്തഷൂർ എന്ന് പറയുന്ന ഇന്നത്തെ ഈജിപ്ഷ്യൻ പരിധികളിലുള്ള ഒരു ഭാഗത്തേക്ക് ഇവരെ ഓടിച്ചു വിടുന്ന പോലെ സീനുകളും നമുക്ക് ബൈബിളിൽ കാണുവാൻ പറ്റും. അങ്ങനെയുള്ള ചില വിശദീകരണങ്ങളൊക്കെയും ബൈബിളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചില പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. അത് ഇസ്മായിൽ എന്നാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബികളെ ബൈബിളിൽ ഇസ്മായിലിറ്റുകളെന്നും അതുപോലെ തന്നെ
ഇസ്ഹാക്കിലൂടെ ഉണ്ടായിരുന്നവരെ ഇസ്രായേലിറ്റികൾ, അല്ലെങ്കിൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പേരാണല്ലോ ഇസ്രായേൽ, അതുകൊണ്ട് ഇസ്രായേലിറ്റികൾ എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അറബികളെ ബൈബിളിൽ ഇസ്മായിലികൾ എന്ന രീതിയിലാണ് പദപ്രഭ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബൈബിളിൽ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹാജരുടെ ഒരു പ്രത്യേകത ബൈബിൾ വിശദീകരിക്കുന്നത്, ബൈബിളില് അള്ളാഹു അല്ലെങ്കിൽ കർത്താവ് നൽകിയ ഒരു പേരെന്ന നിലയിലാണ് നമുക്ക് ഹാജരുടെ പേര് കാണുവാൻ പറ്റുന്നത്. എൽറോയ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ദൈവത്തെ അങ്ങോട്ട് വിളിക്കുന്ന രീതിയിൽ കാണാം. അതായത് യു ആർ ദ ഗോഡ് ഹു സീസ് മീ, അതായത് കർത്താവിനോട് നീ എന്നെ കാണുന്ന ദൈവം നീയാണെന്ന രീതിയിൽ എൽറോയ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഹീബ്രു ഭാഷയിൽ അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ടാമതായും സാറായി കുഞ്ഞുണ്ടാകുന്ന ഭാഗത്ത് രണ്ടാമതായും ഇവരെ അടിച്ചോടിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി സാറ ചിത്രിക്കുന്നത്. അതായത് സ്വന്തം കുടുംബത്തിലെ സ്വന്തം ഭർത്താവിന്റെ മറ്റു ഭാര്യയെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിച്ചോടിക്കുന്ന ഒരു വനിത എന്ന രീതിയിലാണ് സാറയെ ചിത്രീകരിക്കുന്നത്. അത്രത്തോളമുള്ള ചില പ്രശ്നങ്ങൾ പോലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംസമിനെ കുറിച്ചും ആ കിണറിനെ കുറിച്ചും പറയുമ്പോൾ ബൈബിളിലും മറ്റു തരത്തിലുള്ള പരാമർശമുണ്ട്. ഒരു ബീർഷബ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഈ വെള്ളത്തെ കുറിച്ച് പറയുന്നത്. ഇതേ ചരിത്രം അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അത് മക്കയാണെങ്കിൽ ഈ ബീർഷിബ എന്ന് പറയുന്നത് ഫലസ്തീനുമായി ചുറ്റുപാടും കിടക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സ്ഥലമുള്ളത്. ഈ തരത്തിലുള്ള വ്യത്യാസം പോലും നമുക്ക് ബൈബിളിൽ കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിലും, അത് നേരത്തെ പറഞ്ഞത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്, പഴയ നിയമത്തിലാണെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിലും ഇതുപോലെ തന്നെ ഹാജറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഗലാത്ത ഇന്ന് തുർക്കിയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സുവിശേഷത്തിൽ സെന്റ് പൗലോസ് പുണ്യാളൻ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ പൗലോസ് പുണ്യാളൻ അല്ലെങ്കിൽ സെന്റ് പൗള് ഹാജറയെയും സാറയെയും വിശദീകരിക്കുന്നതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാന ഒരു ആശയമായി മാറിയത്. ഹാജറ എന്ന് പറയുന്നത് ഒരു അടിമ വംശത്തിന്റെ ഒരു ഭാഗമായി ചിത്രീകരിക്കുകയും സാറ എന്ന് പറയുന്നത് സ്വതന്ത്രരായ ഒരു സ്ത്രീ എന്ന് വിശദീകരിക്കുകയും, സാറ എന്ന് പറയുന്ന കുഞ്ഞ് അവർക്ക് അള്ളാഹുവിന്റെ കർത്താവിന്റെ അനുഗ്രഹത്താൽ കുഞ്ഞുണ്ടായത് കൊണ്ട് ദൈവികമായ ഒരു കണക്ഷൻ ഉണ്ടായതാണെന്നും, ഹാജറ എന്ന് പറയുന്നത് സ്വാഭാവികമായ രീതിയിൽ കുഞ്ഞുണ്ടായതാണെന്നും, എന്നതുകൊണ്ട് സാറയ്ക്കാണ് കൂടുതൽ അധികാരമുള്ളത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം സെന്റ് പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇത് നോക്കുക, എങ്ങനെയാണ് അവരുടെ ഒരു വിശദീകരണം ഉള്ളത്. സാറയെ ഒരു ഈജിപ്ഷ്യനിലുള്ള ഒരു അടിമയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലോ ഒരു നോബിൾ വുമൺ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ലഭിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ബൈബിളിൽ ഹാജറയെ ഈ കുടുംബപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം അടിച്ചോടിക്കുന്ന ഒരു രീതി ബൈബിൾ വിശദീകരിക്കുന്നു. എന്നാൽ ആ ഒരു തരത്തിലുള്ള ഒരു വിശദീകരണവും നമുക്ക് ഖുറാനിൽ അത് കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ നാട് കടത്തപ്പെടുമ്പോൾ ബീർഷിബ അല്ലെങ്കിൽ പരാൻ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഇന്നത്തെ ഈ മൗണ്ട് സീനയുടെ അടുത്താണ് ഈ പരാൻ എന്നാണ് ഒരു വ്യാഖ്യാനം. ആ ഭാഗത്തേക്കൊക്കെ അടിച്ചോടിക്കപ്പെട്ടതായിട്ട് ബൈബിളിൽ പറയുന്നു. എന്നാൽ ഖുർആന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം അവർ തങ്ങിയ സ്ഥലം അത് മക്കയാണ്, സഫ മറവയുടെ ആ ഭാഗങ്ങളിലാണ് എന്ന് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡിവൈൻ പ്രോമിസ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് നൽകുമെന്ന് ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ബൈബിൾ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതേ ഒരു തരത്തിലുള്ള ഒരു ഡിവൈൻ കണക്ഷൻ നമുക്ക് ഖുർആനിലും അല്ലെങ്കിൽ തഫ്സീറിലും ഹദീസിലും കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു വംശപരമ്പരയിൽപ്പെട്ടതാണെന്ന് നമുക്ക് കാണാം. ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹാറയും സാജറയുമായിട്ടുള്ള ബന്ധം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മായിൽ എന്ന് പറയുന്നത് സാധാരണ ജനിച്ച ഒരു കുഞ്ഞാണ്, ഒരു ഹ്യൂമൻ എഫർട്ടാണ്, ദൈവികമായ ഒരു ബന്ധമില്ല എന്ന രീതിയിലാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. എന്നാലോ സാറയ്ക്ക് ഇസാക്ക് ജനിക്കുന്നത് വയസ്സായ സ്ത്രീക്ക് ജനിക്കുന്നത് കൊണ്ട് കുഞ്ഞ് ഇതുവരെ ജനിക്കാത്ത ഒരു സ്ത്രീക്ക് ജനിക്കുന്നുള്ളത് അത്ഭുതം എന്ന രീതിയിലാണ് ബിബ്ലിക്കൽ നരേഷനിലുള്ളത്. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനം മൗണ്ട് സീനയുടെ ചുറ്റുപാടും കിടക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ സാറയുടെ ചരിത്രം അത് ജീസസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ദൈവികമായ അനുഗ്രഹത്തിന്റെ ഒരു ബന്ധമാണ്. അതൊരു പുതിയൊരു നിയമത്തിന്റെ ഒരു അടിസ്ഥാനം അതിലുണ്ട് എന്ന രീതിയിലാണ് അവർ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹാഗറിന്റെ അല്ലെങ്കിൽ ഹാജറയുടെ ഒരു വിശദീകരിക്കുന്നത് അടിമത്വവുമായി ബന്ധപ്പെട്ടതാണ്, ജൂദായിസത്തിന്റെ കണക്കിലേക്കാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ. എന്നാൽ ആ അടിമയൊന്നുമല്ല, ഒരു ഫ്രീ ആയ സ്പിരിച്വൽ റിയാലിറ്റി ആണ് സാറ എന്ന രീതിയിൽ വിശദീകരിക്കുന്നത്.
ഈ തരത്തിലുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ നമുക്ക് സാറയും ഹാജറയും കുറിച്ചും കാണുവാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാറയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്നത്? കാരണം ഒരുപക്ഷെ അത് ഇസ്മായിലിസ്റ്റുകളുടെ ഒരാളെന്ന നിലയിൽ ഒരു ഉമ്മ എന്ന നിലയിലേക്ക് മാറ്റി ഇസ്രായേലികളുടെ ഒരു ഉമ്മ എന്ന നിലയിൽ സാറയെ മുന്നിൽ വെക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൈവികമായിട്ടുള്ള ഒരു വാഗ്ദാന ഫലമായിട്ടാണ് സാറയ്ക്ക് ഇസ്ഹാക്ക് ജനിക്കുന്നത്. കാരണം ഇസ്ഹാക്കിന്റെ മകനാണല്ലോ യാക്കൂബ്, യാക്കൂബിന്റെ മറ്റൊരു പേരാണല്ലോ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ദൈവിക സാന്നിധ്യമുണ്ട്. എന്നാൽ ഹാജറയ്ക്ക് ഒരു മനുഷ്യ സ്വാഭാവികമായ ഒരു റീപ്രൊഡക്ഷൻ രീതിയിലൂടെയാണല്ലോ ഇസ്മായിൽ ജനിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അത്ഭുതമില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം സ്പിരിച്വലി ആയിട്ടോ എല്ലാം കൊണ്ടും യഥാർത്ഥ ഉത്തരവാദിത്തം ലഭിക്കേണ്ടത് അത് ഇസ്ഹാക്കിനാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണം നമുക്ക് സെന്റ് പോളിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ലേവ് വുമൺ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം പോലും ബൈബിളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സാറയ്ക്ക് കൂടുതൽ സ്ഥാനം സെന്റ് പോൾ നൽകുന്നതെന്ന് ബൈബിൾ വിശദീകരണത്തിലൂടെ കാണാം. ഈ സംസമിനെ കുറിച്ചുമുള്ള ഒരു ചർച്ചയും കൂടെ നമുക്ക് ഇതിലുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസം എന്നത് ബൈബിളിൽ ഒരിക്കലും വരുന്നില്ല. അത് ബൈബിളിലോ അല്ലെങ്കിൽ ബൈബിളിന്റെ പഴയ പുതിയ നിയമങ്ങളിൽ ഒരിക്കലും വരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു വെള്ളത്തെ കുറിച്ച് പരാമർശമുണ്ട്. അത് അവര് ബെർഷിബ ആ മരുഭൂമിയിലൂടെ ചേർന്നുകൊണ്ടാണ് അതിനെ പരാമർശിക്കുന്നത്. അത് ഇന്നത്തെ മക്കയുടെ പ്രദേശത്തല്ല. എന്നാൽ ഈ പാംസ് ഓഫ് ഡേവിഡ് ആ ഭാഗത്ത് 84-ാമത്തെ വരികൾക്കിടയിൽ നമുക്ക് വാലി ഓഫ് ബക്ക എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. കാരണം ബ്ലസ്ഡ് ആ ഭാഗത്തുള്ളവർ വാലി ഓഫ് ബക്കയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്നവരൊക്കെയും അവിടെ തീർത്ഥാടനം ചെയ്യുന്നവരുടെയൊക്കെയും ഒരു അനുഗ്രഹത്തെ കുറിച്ചും അവരുടെ ഒരു സ്ഥാനത്തെ കുറിച്ചും പറയുന്ന ഭാഗമാണ് ഈ സങ്കീർത്തനങ്ങളിലെ 84 ഭാഗത്തെ 5-6 സൂക്തങ്ങൾ. അവിടെ ഈ ഒരു ബക്ക താഴ്വര എന്ന് പറയുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പോലും സൂറത്തുൽ ആല ഇമ്രാനിലെ 36-ാമത്തെ ആയത്തിൽ ബക്ക മുബാറക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം ബക്കയെ കുറിച്ച് ഖുർആനിൽ മക്കയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസിന്റെ പണ്ഡിതന്മാർ ഇത് രണ്ടും ഒന്നാണെന്ന് വിശദീകരിക്കുന്നത് കാണാം. പിന്നീട് ബൈബിളിന്റെ ഒരു തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് തെറ്റിപ്പോയതെന്നും യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒന്നാണെന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹാജറയുടെ മരണത്തെ കുറിച്ചും ബൈബിളിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാജറയുടെ മരണത്തെ കുറിച്ച്. കാരണം ഹാജറയുടെ മരണത്തെ നേരിട്ട് പരാമർശിക്കുന്നില്ല. അവിടെ അള്ളാഹു ഇസ്മായിലിന്റെ കൂടെ ഹാജറയെ കുറിച്ച് പറയുകയും പിന്നീട് ഹാജറയുടെ ഒരു പലായനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും ഹാജറ പരാൻ എന്ന് പറയുന്ന ഭാഗത്ത് മൗണ്ട് സീനയുടെ ചുറ്റുപാട് ഭാഗത്താണ് ഈ പരാൻ എന്ന് പറയുന്നത്. അതല്ല, ഈ പരാൻ എന്ന് പറയുന്നത് ഇന്നത്തെ മക്ക അടക്കമുള്ള പ്രദേശമാണ് ഇബ്നു കസീറും പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിൽ പോലും അവിടെ പോവുകയും അവിടെ ഇസ്മായിലിന് ഈജിപ്ഷ്യനിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഇസ്മായിലിന് ഭാര്യയായി ഹാജർ നൽകിയതൊക്കെ പറയുന്ന വിശദീകരണമാണ് ജനസിസിൽ 21-21 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതോടുകൂടി ഹാജറയുടെ പരാമർശം ബൈബിളിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മരണത്തെക്കുറിച്ചോ പിന്നുള്ള വർത്തമാനത്തെക്കുറിച്ചോ പറയുന്നില്ല. എന്നാൽ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ ഇബ്നു കസീർ അല്ലെങ്കിൽ അസ്റാഖി, ഇബ്നു ഇസ്ഹാഖിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ അവര് മരണപ്പെടുന്നത് മസ്ജിദുൽ ഹറാമിലാണെന്നും അത് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗത്ത് ആണ് അവരുടെ ഖബറുള്ളതെന്നൊക്കെ പറയുന്ന വിശദീകരണങ്ങളാണ് നമ്മുടെ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു സംശയമില്ലാത്ത തരത്തിലാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തെ കാണുന്നത്. എന്നാൽ ഇതിന്റെ കൂടെ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ചയാണ്, ഒരുപക്ഷെ നമ്മൾ ചേർത്ത് പറയേണ്ട ചർച്ചയാണ്, ഇസ്മായിലാണോ ഇസ്ഹാഖാണോ അള്ളാഹു അല്ലെങ്കിൽ കർത്താവ് ബലിക്ക് തയ്യാറാവാൻ കൽപ്പിച്ചത് എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട്. ഈ ചർച്ച എന്തുകൊണ്ടാണ് നമ്മുടെ സാറ ഹാജറ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് എന്ന് വെച്ചാൽ, സാറയുടെ വംശാവലിക്ക് ഇസ്ഹാഖിന്റെ വംശാവലിക്ക് കൂടുതൽ അപ്രമാദിത്വം, ദൈവികമായ ആത്മീയമായ അപ്രമാദിത്വം നൽകുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ട് അത് ഇസ്ഹാഖാണ് പ്രധാനി എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം ബിബ്ലിക്കൽ നരേഷൻ നമുക്ക് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഖുർആന്റെ തന്നെ സാന്ദർഭിക വിഷയങ്ങളും നമുക്ക് അത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആണെന്ന് കാണാം. ഈ തരത്തിലുള്ള വ്യത്യാസം വരുന്നത് ഹാജറ സാറ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളുടെ ബൈബിളിലുള്ള സ്ഥാനവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇത് ഇസ്ഹാക്ക് തന്നെയാണെന്നാണ് ബൈബിളിലെ ജനസിസിലുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. പല പ്രാവശ്യം അത് അവിടെ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ 100 മുതൽ 113 വരെയുള്ള സംഭവങ്ങളിലൊക്കെയും വിശദീകരിക്കുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആ ഒരു വർത്തമാനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ കുട്ടീനെ വിശദീകരിക്കുന്നത് ഒരു ആ ഭാഗത്ത്, ഈ പറയുന്ന സൂറ സഫാത്തിന്റെ ഭാഗത്തൊക്കെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വളരെ മികവാർന്ന മെച്യൂരിറ്റി ഉള്ള വളരെ എല്ലാം കൊണ്ടും വിവേകമതിയായ ഒരു കഥാപാത്രം എന്ന നിലയിലാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അറുക്കാൻ നേരത്ത് കുഞ്ഞിനെ ബൈബിളിൽ ഇസാക്കിനെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇസാക്ക് പറയുന്നുണ്ട് ആട്ടുംകുട്ടി എവിടെ എന്നൊക്കെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഖുർആനിലോ ഉമർ, എന്താണോ അള്ളാഹു നബിയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൽപ്പിച്ചത് അത് നിങ്ങൾ നിറവേറ്റു എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു കടപ്പാടിനെ, കീഴ്വണക്കത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് സംഭവിച്ച സ്ഥലത്തെയും ബൈബിളിലെ ജെറൂസലേമായിട്ടാണ് വിശദീകരിക്കുന്നതെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അതിൽ മിന ഭാഗത്തുള്ള ഒരു സ്ഥലവുമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഈ ഒരു സംഭവം ഇപ്പോഴും ജൂത ക്രിസ്തീയ സംഭവങ്ങളിൽ പ്രധാന ഒരു ആഘോഷമായി അവർ കാണുന്നുണ്ട്, റിച്വലായി കാണുന്നുണ്ട്. അത് റോഷ് ഹഷാന എന്നാണ് ഇവരെ യഹൂദ ക്രിസ്ത്യൻ സമ്പ്രദായങ്ങൾ അവർ ഈ ഒരു ഇസാക്കിനെ വെച്ചുകൊണ്ടാണ് ആചരിക്കുന്നതെങ്കിൽ ഈദുൽ അദ്ഹ, അതായത് നമ്മളുടെ ബലി പെരുന്നാളിനോട് ചേർത്തുകൊണ്ട് ഹജ്ജിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ തരത്തിൽ ഇങ്ങനെയുള്ള ഒരു തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ മതപരമായ വ്യത്യാസം പോലും വരാനുള്ള മെയിൻ കാരണം അത് ഹാജറയ്ക്കും സാറയ്ക്കും ബൈബിള് കൊടുക്കുന്ന വ്യത്യസ്ത സ്ഥാനങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിലൂടെയാണ് പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ബൈബിളിലും സാറയും ഹാജറയും കാണുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് സാറയെ ഒരു വളരെ ഖുർആൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവാചകന്റെ ഭാര്യയാവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇമേജ് അല്ല വേണ്ട തരത്തിൽ നമുക്ക് ബൈബിളിന്റെ പഠനങ്ങളോടെ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ പോലും പുതിയ നിയമങ്ങളിൽ സാറയെ നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ടും അതുപോലെ തന്നെ അതബിന്റെ ധാർമ്മികതയുടെ ഉടമയായിട്ടും വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമായിട്ടൊക്കെ വിശദീകരിക്കുന്നത് പോലുമുണ്ട്. അപ്പൊ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ബൈബിളിൽ ഉള്ളതെങ്കിൽ പരിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക വ്യാഖ്യാനങ്ങളും സാറ എന്ന് പറയുന്നത് അബുൽ അംബിയ ആയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയതമ, അതുപോലെ തന്നെ കടപ്പാടുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള, തന്റെ വംശാവലി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു ഭാര്യയെ കണ്ടെത്തി കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു നല്ലൊരു സൗജി, ഇണ എന്ന നിലയിലാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല സാറയും ഹാജറും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പ്രത്യക്ഷമായ രീതി നമുക്ക് ഖുർആനിൽ കാണാമെങ്കിലും ഹാജറയെ തള്ളിക്കളയുന്ന സാറയായിട്ടാണ്, അതുപോലും ആത്മീയവും സാമ്പത്തികമായ ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹാജറയെ സാർ തള്ളിക്കളയുന്നത് പോലും നമുക്ക് ബൈബിൾ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വിശദീകരണങ്ങൾ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാൽ പോലും ഈ രണ്ട് മഹദികൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, ഖുർആന്റെയും ഇസ്ലാമിക ചരിത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അതിമഹത്തരമായ സ്വഭാവത്താലും ജീവിതത്താലും അവരുടെ ദൗത്യത്താലും അതിമഹത്തരമായ സേവനങ്ങൾ അനുഭവിച്ച രണ്ട് സ്ത്രീകൾ എന്ന രീതിയിലാണ് ഇസ്ലാമിക ഖുർആനും ഇസ്ലാമിക സോഴ്സുകളും ചരിത്രവും അവരെ പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.